നമസ്കാരം. ക്ലിനിക്കിലേക്ക് സ്വാഗതം. വരൂ, ഇരിക്കൂ. ഞാൻ നിങ്ങളുടെ ഡോക്ടറാണ്, ഒരു ന്യൂറോളജിസ്റ്റ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ്. നിങ്ങളിൽ പലർക്കും വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്ന്. അതെ, വെർട്ടിഗോ അഥവാ തലകറക്കം. എന്താണീ വെർട്ടിഗോ? എപ്പോഴാണിതൊരു ചെറിയ പ്രശ്നമല്ലാതാവുന്നത്, അല്ലെങ്കിൽ ഒരു വലിയ അപകടത്തിന്റെ സൂചനയാകുന്നത്? ഈ വിവരങ്ങളിലൂടെ നമുക്കതൊന്ന് വിശദമായി പരിശോധിക്കാം. ശരി, നമുക്ക് തുടങ്ങാമല്ലേ? ഡോക്ടർ, മുറി മുഴുവൻ കറങ്ങുന്നതുപോലെ തോന്നുന്നു. ഇത് വല്ല സ്ട്രോക്കുമാണോ? ഒട്ടുമിക്ക രോഗികളും വളരെ പരിഭ്രാന്തിയോടെ എന്നോട് വന്ന് ചോദിക്കുന്നത് ഇതാണ്. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ പെട്ടെന്ന് ചുറ്റുപാടും കറങ്ങാൻ തുടങ്ങിയാൽ ആർക്കായാലും പേടി തോന്നും, അല്ലേ? തലച്ചോറിന് എന്തെങ്കിലും സംഭവിച്ചോ എന്നൊക്കെയാകും നമ്മൾ ആദ്യം ചിന്തിക്കുക. നിങ്ങളുടെ ഈ ഭയം തികച്ചും സ്വാഭാവികമാണ്. പക്ഷേ ഒട്ടും പേടിക്കേണ്ടതില്ല. കൃത്യമായ പരിശോധനകളിലൂടെ ഇതിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് നമുക്ക് എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കും. ഈ തലകറക്കത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നോ? വെർട്ടിഗോ എന്നത് സ്വയം ഒരു അസുഖമല്ല, മറിച്ച് അതൊരു സിഗ്നലാണ്. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഡാഷ്ബോർഡിലെ ആ ചെക്ക് എൻജിൻ ലൈറ്റ് കത്തുന്നത് കണ്ടിട്ടില്ലേ? അതിനർത്ഥം എൻജിനുള്ളിൽ എന്തോ പ്രശ്നമുണ്ടെന്നാണ്. അതുപോലെ തന്നെയാണ് ഇതും. നിങ്ങളുടെ ശരീരത്തിലെ ബാലൻസ് സിസ്റ്റത്തില് അത് ചിലപ്പോൾ ചെവിയുള്ളിലാകാം, അല്ലെങ്കിൽ തലച്ചോറിലാകാം. അവിടെ എന്തോ ഒരു തകരാറുണ്ടെന്ന് സൂചിപ്പിക്കുന്ന ഒരു വാർണിംഗ് ലൈറ്റ് മാത്രമാണ് വെർട്ടിഗോ. അപ്പോ യഥാർത്ഥത്തിൽ എന്താണ് ഈ വെർട്ടിഗോ? നമ്മുടെ നാട്ടിലെ പലരുടെയും വിചാരം ഗ്യാസ് ട്രബിൾ കൊണ്ടോ അല്ലെങ്കിൽ നേരെ ചൊവ്വേ ആഹാരം കഴിക്കാത്തതുകൊണ്ടുള്ള ക്ഷീണം കൊണ്ടോ ആണ് ഈ തലകറക്കം വരുന്നതെന്നാണ്. സത്യം പറയട്ടെ, അതൊരു വലിയ തെറ്റിദ്ധാരണയാണ് കേട്ടോ. വെർട്ടിഗോ എന്നത് യഥാർത്ഥത്തിൽ ചലനത്തെക്കുറിച്ചുള്ള ഒരു മിഥ്യാധാരണയാണ്. അതായത്, നമ്മൾ അനങ്ങാതിരിക്കുകയാണെങ്കിൽ കൂടി നമ്മുടെ ഉള്ളിലെ ബാലൻസ് സിസ്റ്റത്തിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ കാരണം മസ്തിഷ്കത്തിന് തെറ്റായ സന്ദേശങ്ങൾ ലഭിക്കുന്നു. അങ്ങനെ ചുറ്റുപാടും കറങ്ങുന്നതായുള്ള തോന്നല് നമുക്കുണ്ടാകുന്നു. അത്രയുള്ളൂ സംഭവം. ഇനി ഇതിന്റെ ഏറ്റവും സാധാരണമായ കാരണം എന്താണെന്ന് നോക്കാം. ബി.പി.പി.വി എന്നാണ് ഞങ്ങളിതിനെ വിളിക്കുന്നത്. അതായത്, നമ്മുടെ ഉൾച്ചെവിയിൽ കാൽസ്യം കൊണ്ടുള്ള വളരെ ചെറിയ ചില ക്രിസ്റ്റലുകളുണ്ട്. ഓട്ടോകോണിയ എന്ന് പറയും. നമ്മൾ പെട്ടെന്ന് തിരിഞ്ഞുകിടക്കുമ്പോഴോ മറ്റോ ഈ ക്രിസ്റ്റലുകൾ അവയുടെ സ്ഥാനത്തു നിന്നും മാറി ചെവിക്കുള്ളിലെ അർദ്ധവൃത്താകൃതിയിലുള്ള ചില കനാലുകളിലേക്ക് വീഴും. ഇങ്ങനെ ഈ ക്രിസ്റ്റലുകൾ സ്ഥാനം തെറ്റി വീഴുമ്പോഴാണ് ആ കടുത്ത തലകറക്കമുണ്ടാകുന്നത്. അപ്പോൾ ഈ ക്രിസ്റ്റലുകൾ സ്ഥാനം മാറിയതാണോ എന്ന് ഞങ്ങൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നിങ്ങൾ വരുമ്പോൾ ഞങ്ങൾ നിങ്ങളെ കട്ടിലിൽ കിടത്തി തല പ്രത്യേക രീതിയിൽ ചലിപ്പിച്ചു നോക്കാറില്ലേ? അതിന് ഡിക്സ് ഹാൾപൈക്ക് പരിശോധന എന്നാണ് പറയുന്നത്. ഇങ്ങനെ തല ചലിപ്പിക്കുമ്പോൾ ആ സ്ഥാനം തെറ്റിയ ക്രിസ്റ്റലുകൾ ചെവിക്കുള്ളിലെ ദ്രാവകത്തിലൂടെ ഇളകി നീങ്ങും. അപ്പോൾ നിങ്ങളുടെ കണ്ണുകൾക്ക് ഒരു അസാധാരണമായ പിടച്ചിലുണ്ടാകും. നിസ്റ്റാഗ്മസ് എന്നാണ് അതിന് പറയുക. നിങ്ങളുടെ കണ്ണുകളുടെ ഈ ചലനം നിരീക്ഷിച്ചാണ് വെർട്ടിഗോ ബി.പി.പി.വി മൂലമാണെന്ന് ഞങ്ങൾ സ്ഥിരീകരിക്കുന്നത്. എന്നാൽ ഇവിടെയാണ് നാം വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യം വരുന്നത്. നിങ്ങളുടെ ഈ തലകറക്കം എപ്പോഴും വെറും ചെവിയിലെ ക്രിസ്റ്റലുകളുടെ പ്രശ്നം മാത്രമാണോ? അല്ലേ അല്ല. ഇതാണ് പലർക്കും, എന്തിന് ചില ഡോക്ടർമാർക്ക് പോലും പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധം. എല്ലാ തലകറക്കവും കേവലം ചെവിയിലെ ഈ ചെറിയ പ്രശ്നം കൊണ്ടാണെന്ന് അന്ധമായി വിശ്വസിക്കുന്നത് വളരെ വലിയ അപകടങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. ഈ കാര്യം കൂടുതൽ വ്യക്തമാകാൻ ഞാനൊരു യഥാർത്ഥ സംഭവം പറയാം. പൂർണ്ണ ആരോഗ്യവാനായ 37 വയസ്സുള്ളൊരു ചെറുപ്പക്കാരൻ. പെട്ടെന്ന് കഴുത്ത് തിരിച്ചപ്പോൾ അവന് അതികഠിനമായ തലകറക്കവും ഛർദിയും അനുഭവപ്പെട്ടു. ഉടനെ അടുത്തുള്ള അത്യാഹിത വിഭാഗത്തിൽ പോയി. അവിടെയുള്ളവർ പരിശോധിച്ചിട്ട് ഇത് കേവലം ബി.പി.പി.വി ആണെന്ന് തെറ്റായി വിലയിരുത്തി. 1-2 ഗുളികകളും കൊടുത്ത് അവനെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. ആ ചെറുപ്പക്കാരനും വിചാരിച്ചു, സാരമില്ല, ഇത് വെറുമൊരു ചെവിയിലെ പ്രശ്നമാണെന്ന്. പക്ഷേ കുറച്ചാഴ്ചകൾക്ക് ശേഷമെടുത്ത ഒരു MRI സ്കാനിൽ നിന്നാണ് ഞെട്ടിപ്പിക്കുന്ന ആ സത്യം പുറത്തുവന്നത്. ആ ചെറുപ്പക്കാരന് യഥാർത്ഥത്തിൽ വന്നത് ഒരു സ്ട്രോക്കായിരുന്നു. അതെ, ഒരു പക്ഷാഘാതം. കഴുത്ത് പെട്ടെന്ന് തിരിച്ചപ്പോൾ അവനിലെ ഒരു രക്തക്കുഴലിന് പൊട്ടലുണ്ടാവുകയും അതിലൂടെ തലച്ചോറിലേക്കുള്ള രക്തയോട്ടം തടസ്സപ്പെടുകയും ചെയ്തു. ഇതിനെ ലെഫ്റ്റ് വെർട്ടബ്രൽ ആർട്ടറി ഡിസെക്ഷൻ എന്നാണ് മെഡിക്കൽ ഭാഷയിൽ പറയുന്നത്. ഇതിന്റെ ഫലമായാണ് ആ കടുത്ത തലകറക്കമുണ്ടായത്. നോക്കൂ, എത്ര വലിയൊരു അബദ്ധമാണ് അവിടെ സംഭവിച്ചത്. അപ്പോൾ ഈ ചെവിയിലെ പ്രശ്നവും തലച്ചോറിലെ പ്രശ്നവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ എങ്ങനെ തിരിച്ചറിയും? ചെവിയിലെ പ്രശ്നം കൊണ്ടുണ്ടാകുന്ന പെരിഫറൽ വെർട്ടിഗോയും സ്ട്രോക്ക് പോലെയുള്ള തലച്ചോറിലെ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന സെൻട്രൽ വെർട്ടിഗോയും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. ഉദാഹരണത്തിന് ബി.പി.പി.വി
കുറച്ച് സെക്കൻഡുകൾ മാത്രമാണ് നീണ്ടുനിൽക്കുക. എന്നാൽ സ്ട്രോക്ക് മൂലമുള്ള തലകറക്കം മണിക്കൂറുകളോ ദിവസങ്ങളോ നീണ്ടുനിൽക്കും. അതുപോലെ തലയുടെ ചലനവുമായാണ് ചെവിയിലെ പ്രശ്നത്തിന് ബന്ധം. എന്നാൽ തലച്ചോറിലെ പ്രശ്നമാണെങ്കിൽ മരവിപ്പ്, ഇരട്ടക്കാഴ്ച, ബലഹീനത തുടങ്ങിയ മറ്റു ലക്ഷണങ്ങളും കാണും. ലക്ഷണങ്ങളിലെ ഈ വ്യത്യാസം കൃത്യമായി മനസ്സിലാക്കുന്നത് ചിലപ്പോൾ ഒരു ജീവൻ തന്നെ രക്ഷിച്ചേക്കാം. ഇനി സ്ട്രോക്ക് അല്ലാത്ത മറ്റൊരു സെൻട്രൽ വെർട്ടിഗോയെക്കുറിച്ചുകൂടി പറയാം. വെസ്റ്റിബുലാർ മൈഗ്രെയിൻ. മൈഗ്രെയിൻ എന്ന് കേൾക്കുമ്പോൾ കഠിനമായ തലവേദനയാണെന്ന് വിചാരിക്കാൻ വരട്ടെ. തലവേദന ഇല്ലാതെ വെറും തലകറക്കം മാത്രമായും മൈഗ്രെയിൻ വരാം. BPPV സെക്കൻഡുകൾ മാത്രം നീണ്ടുനിൽക്കുമ്പോൾ വെസ്റ്റിബുലാർ മൈഗ്രെയിൻ മണിക്കൂറുകളോളമാണ് നീണ്ടുനിൽക്കുക. മാനസിക സമ്മർദ്ദം, ചില ഭക്ഷണങ്ങൾ, വെളിച്ചം ഇതൊക്കെയാണിതിന് കാരണം. ഇതൊരു ഇലക്ട്രിക്കൽ പ്രശ്നമാണ്, അല്ലാതെ ചെവിയിലെ മെക്കാനിക്കൽ പ്രശ്നമല്ല. അതുകൊണ്ട് തന്നെ ചെവിയിലെ ക്രിസ്റ്റലുകൾ ശരിയാക്കുന്ന വ്യായാമങ്ങളൊന്നും ഇതിന് യാതൊരു ഫലവും ചെയ്യില്ല. ഇതൊക്കെ കൊണ്ടാണ് ഉയർന്ന അപകട സാധ്യതയുള്ള രോഗികളിൽ സാധാരണ ചെവി പരിശോധനകൾ മാത്രം പോരാ എന്ന് ഞങ്ങൾ പറയുന്നത്. ചെവിയിലെ ക്രിസ്റ്റലുകളുടെ പ്രശ്നം കണ്ടെത്താൻ ഡിക്സ് ഹാൽപൈക്ക് പരിശോധന മികച്ചതാണ്. പക്ഷെ സ്ട്രോക്ക് കണ്ടുപിടിക്കാൻ അത് പോരാ. അവിടെയാണ് ഞങ്ങൾ ന്യൂറോളജിസ്റ്റുകൾ ഹിൻസ് പോലെയുള്ള കൂടുതൽ വിപുലമായ പരിശോധനകളെ ആശ്രയിക്കുന്നത്. മാരകമായ പ്രശ്നങ്ങളല്ല എന്ന് ഉറപ്പുവരുത്താനും തലച്ചോറാണോ അതോ ചെവിയാണോ വില്ലനെന്ന് സംശയലേശമന്യേ വേർതിരിച്ചറിയാനും ഈ പരിശോധനകൾ അത്യന്താപേക്ഷിതമാണ്. എന്താണ് ഈ ഹിൻസ് പരിശോധന എന്ന് ചുരുക്കത്തിലൊന്ന് പറയാം. ഹെഡ് ഇംപൾസ് നിസ്റ്റാഗ്മസ് ടെസ്റ്റ് ഓഫ് സ്ക്യൂ എന്നതിന്റെ ചുരുക്കരൂപമാണിത്. കണ്ണിന്റെ ചലനങ്ങളും തലയുടെ ചലനങ്ങളോടുള്ള പ്രതികരണങ്ങളും ഞങ്ങൾ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരു പരിശോധനയാണിത്. വെറുമൊരു ശാരീരിക പരിശോധനയാണെങ്കിലും ഇതിലൂടെ നിങ്ങളുടെ തലകറക്കം കേവലം ചെവിയിലെ ഒരു വൈറൽ ഇൻഫെക്ഷൻ കൊണ്ടാണോ അതോ ജീവന് ഭീഷണിയാവുന്ന സ്ട്രോക്ക് കൊണ്ടാണോ എന്ന് എന്നെപ്പോലുള്ളൊരു ഡോക്ടർക്ക് വളരെ കൃത്യമായി കണ്ടെത്താൻ കഴിയും. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വളരെ ശ്രദ്ധയോടെ കേൾക്കുക. വെറും തലകറക്കം മാത്രമല്ല, അതിനോടൊപ്പം മറ്റു ചില ലക്ഷണങ്ങൾ കൂടി കണ്ടാൽ അത് ഒരു വലിയ അപകടത്തിന്റെ സൂചനയാണ്. അതായത് ഒരു റെഡ് ഫ്ലാഗാണ്. മുമ്പില്ലാത്ത വിധം കഠിനമായ ഒരു പുതിയ തലവേദന, ഇരട്ടക്കാഴ്ച, സംസാരിക്കാൻ ബുദ്ധിമുട്ടല്ലെങ്കിൽ നാക്ക് കുഴയുക, ശരീരത്തിന്റെ ഒരു വശത്ത് കൈക്കോ കാലിനോ തളർച്ച, മരവിപ്പ് അല്ലെങ്കിൽ തീരെ നടക്കാൻ വയ്യാതെ വീഴാൻ പോവുക. ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും തലകറക്കത്തോടൊപ്പം അനുഭവപ്പെട്ടാൽ ഇതൊരു മെഡിക്കൽ എമർജൻസിയാണ്. ഒരു നിമിഷം പോലും വൈകാതെ ഒരു ആശുപത്രിയിലെത്തി വിദഗ്ധ ചികിത്സ തേടേണ്ടതാണ്. എല്ലാവർക്കും ഒരേപോലെ സ്ട്രോക്ക് വരണമെന്നില്ല. എന്നാൽ നിങ്ങളിൽ ഈ പറയുന്ന റിസ്ക് ഫാക്ടറുകളുണ്ടോ എന്ന് സ്വയം ഒന്ന് പരിശോധിക്കുക. നിങ്ങൾക്ക് 50 വയസ്സിന് മുകളിലാണ് പ്രായമെങ്കിൽ, അല്ലെങ്കിൽ പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം, പുകവലിക്കുന്ന ശീലം, ഹൃദ്രോഗം, അതുമല്ലെങ്കിൽ മുൻപ് കഴുത്തിനെന്തെങ്കിലും പരിക്കേറ്റിട്ടുള്ളവർ, ഇത്തരക്കാർക്ക് തലകറക്കം വന്നാൽ അതൊരിക്കലും വെറും ചെവിയിലെ പ്രശ്നമാണെന്ന് നമ്മൾ അന്ധമായി വിശ്വസിക്കരുത്. കാരണം ഇത്തരക്കാരിൽ തലച്ചോറിലേക്കുള്ള രക്തയോട്ടം കുറയുന്ന സ്ട്രോക്ക് വരാനുള്ള സാധ്യത മറ്റുള്ളവരെക്കാൾ വളരെ കൂടുതലാണ്. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം വരാം. എപ്പോഴാണ് നേരിട്ടൊരു ന്യൂറോളജിസ്റ്റിനെ തന്നെ വന്ന് കാണേണ്ടത്? ഈ കാര്യങ്ങൾ ഓർത്തുവെക്കുക. 1. തലകറക്കം വല്ലാതെ തീവ്രമാവുകയും 1 മിനിറ്റിൽ കൂടുതൽ നീണ്ടുനിൽക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ. 2. സാധാരണ ചെവി ചികിത്സകൾ കൊണ്ടോ എപ്ലി മാനുവർ കൊണ്ടോ മാറുന്നില്ലെങ്കിൽ. 3. നമ്മൾ നേരത്തെ പറഞ്ഞ മരവിപ്പ് അല്ലെങ്കിൽ സംസാരശേഷി കുറയുക തുടങ്ങിയ അപകട സൂചനകളുണ്ടെങ്കിൽ. 4. നിങ്ങൾക്ക് സ്ട്രോക്ക് വരാനുള്ള സാധ്യതകൾ കൂടുതലാണെങ്കിൽ. അതെ, തലച്ചോറിന്റെ സുരക്ഷയാണ് എപ്പോഴും പ്രധാനം. ശരി, അങ്ങനെ നമ്മൾ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി. കൃത്യമായ രോഗനിർണയം മാത്രമാണ് ശാശ്വതമായ പരിഹാരത്തിലേക്കുള്ള ഏക വഴിയെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി കാണുമല്ലോ. അതുകൊണ്ട് ഈ തലകറക്കത്തെ ഓർത്ത് ഇനി ഭയപ്പെടേണ്ടതില്ല. അതിന്റെ യഥാർത്ഥ കാരണമെന്താണെന്ന് നമുക്ക്